തെക്കൻ യമനിൽ UAE സൗദി അറേബ്യ തമ്മിലുള്ള പ്രശ്നം മറനീക്കി പുറത്തുവരുന്നു. ഹദ്റമൂത്തിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രധാന സൈനിക ക്യാമ്പുകളിൽ നിന്ന് UAE പിന്തുണക്കുന്ന സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ STC പിന്മാറുന്നു. നിയന്ത്രണം ഏറ്റെടുത്ത ഗോത്രസേന. യമനിലെ ഹദ്റമൂത്ത്, അൽ മഹറ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവുവരുന്നതായി റിപ്പോർട്ടുകൾ. സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ അഥവാ UAE പിന്തുണക്കുന്ന STC തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ചില സുപ്രധാന മേഖലകളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയതായാണ് അൽ അറബി ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദ്റമൂത്തിലെ ഗൈൽ ബിൻ യമീനിലുള്ള വാദി നെഹ്ബ് ക്യാമ്പിൽ നിന്ന് STC സേന പിന്മാറിയതായും അവിടെ ഹദ്റമൂത്ത് ഗോത്ര സഖ്യസേന നിയന്ത്രണം ഏറ്റെടുത്തതായും വിവരങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തോളമായി തെക്കൻ യമനിലെ ഹദ്റമൂത്ത്, അൽ മഹറ മേഖലകളിൽ നിലനിന്നിരുന്ന സൈനിക നീക്കങ്ങളിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. ഡിസംബർ 3 മുതൽ ഈ മേഖലയിലെ പ്രധാന സൈനിക തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സതേൺ ട്രാൻസിഷണൽ കൗൺസിലിന്റെ STCയുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ പുതിയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഇവർ പിന്മാറ്റം തുടങ്ങിയതായാണ് സൂചന. ഗൈൽ ബിൻ യമീനിലെ വാദി നെഹ്ബ് ക്യാമ്പിൽ നിന്ന് STC സേന പിന്മാറിയതിന് പിന്നാലെ യമൻ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ഹദ്റമൂത്ത് ട്രൈബൽ അലയൻസ് അഥവാ ഗോത്ര സഖ്യം ഇവിടെ പിടിച്ചെടുത്തു. ഹദ്റമൂത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്നും തങ്ങളുടെ മണ്ണും പരമാധികാരവും സംരക്ഷിക്കാൻ ഗോത്രസേന പ്രതിജ്ഞാബദ്ധമാണെന്നും സഖ്യസേനയുടെ കമാൻഡർ വ്യക്തമാക്കി. അതേസമയം ഈ പിന്മാറ്റത്തെ STC ഔദ്യോഗികമായി ആദ്യം നിഷേധിച്ചിരുന്നു. STC സൈനിക വക്താവ് മുഹമ്മദ് അൽ നക്കീബ് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ തങ്ങളുടെ സേന ഹദ്റമൂത്തിലും അൽ മഹറയിലും ഉറച്ചു നിൽക്കുകയാണെന്ന് അവകാശപ്പെട്ടു. വാഗ്ദാനമുള്ള ഭാവി എന്ന പേരിൽ ഭീകരവാദത്തിനും ആയുധക്കടത്തിനുമെതിരെ തങ്ങൾ നടത്തുന്ന ഓപ്പറേഷൻ തുടരുമെന്നും ഹൂത്തി മിലിഷ്യകൾക്കുള്ള ആയുധക്കടത്ത് തടയുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും സംഘടന നടക്കുന്ന പ്രദേശങ്ങളിലെ കാഴ്ചകൾ മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയുടെയും യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെയും ഇടപെടലിനെ തുടർന്ന് സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി STC തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങൾ നാഷണൽ ഷീൽഡ് ഫോഴ്സ് അഥവാ ദുർറ അൽ വത്തൻ സേനയ്ക്ക് കൈമാറാൻ ധാരണയായിട്ടുണ്ട്. ആരാണ് ഈ ദുർറ അൽ വത്തൻ? 2023 സൗദി അറേബ്യയുടെ പിന്തുണയോടെ രൂപീകരിച്ച സൈനിക വിഭാഗമാണിത്. പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ ചെയർമാൻ റഷാദ് അൽ അലീമിയോട് കൂറു പുലർത്തുന്നവരാണ് ഇവർ. അൽ മഹറയിലെ തമൂദ്, റൂമ തുടങ്ങിയ പ്രദേശങ്ങളിലെ ചില പോസ്റ്റുകൾ STC ഇവർക്ക് കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ. ഇത് പൂർണ്ണമായൊരു പിന്മാറ്റമാണോ അതോ സൈനിക പുനർവിന്യാസം മാത്രമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റങ്ങൾ എന്നാണ് സൂചന. ഹദ്റമൂത്തിലെ കാർഷിയ മേഖലയിലെ 30ാം ബ്രിഗേഡ് ക്യാമ്പിലേക്കും സൗദി അറേബ്യ പിന്തുണക്കുന്ന ദുർറ അൽ വത്തൻ സേന നീങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. UAE പിന്തുണക്കുന്ന STCയുടെ കടുംപിടുത്തത്തിൽ അയവ് വന്നിട്ടുണ്ടെന്നും രക്തരൂക്ഷിതമായ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഇരു വിഭാഗങ്ങളും ശ്രമിക്കുന്നുണ്ടെന്നും നമുക്ക് അനുമാനിക്കാം. വരും മണിക്കൂറുകളിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമാധാന നീക്കങ്ങൾ ഫലം കാണുമോ അതോ ഇത് താൽക്കാലികം മാത്രമാണോ എന്ന് ഉറ്റുനോക്കുകയാണ് യമൻ ജനത.